Hi guys, welcome back to Car Garage. Car Garage ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് വണ്ടി നമ്മുടെ ഡെലിവറി ചെയ്ത് പോയിരുന്നു. ഒന്ന് സിൽക്കി ഗോൾഡ് വണ്ടിയും മറ്റൊന്നൊരു വൈറ്റ് കളർ വണ്ടിയും. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. റെഡ് കളർ വണ്ടി ആയിരുന്നു. ആ വണ്ടി നമ്മൾ വൈറ്റ് കളറിലേക്ക് ചേഞ്ച് ചെയ്തതാണ്. ഇത് 2009 മോഡൽ വണ്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 040, അതായത് ഇന്നോവയ്ക്ക് വരുന്ന വൈറ്റ് കളറിലേക്ക് നമ്മൾ പെയിൻറ്റിങ് ചെയ്തു. അതുപോലെ തന്നെ ടൈഫോളിക്ക് കൺവേർട്ട് ചെയ്തു. ഫ്രണ്ട് പ്രൊജക്ടർ ബാക്ക് LED ഡീറ്റെയിൽ ആകുമ്പോൾ എന്ന രീതിയിൽ ടൈഫോൾ കൺവേർഷൻ ചെയ്തു. അതേപോലെ തന്നെ അതിൻ്റെ പ്ലാറ്റ്ഫോം കസ്റ്റമർ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് പ്ലാറ്റ്ഫോം കാര്യങ്ങളെല്ലാം പെയിൻറ്റിങ് ചെയ്തു. അതേപോലെ തന്നെ ഫ്ലോർ മാറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തു. സീറ്റ് കവർ നിലവിലുണ്ടായിരുന്നു. സീറ്റ് കവർ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്തിരിക്കുന്നത്. അതേപോലെ അലോയ് വീൽസ് ബ്ലാക്ക് കളർ അലോയ് വീലായിരുന്നു. ആലോയ് കസ്റ്റമർ ബ്ലാക്ക് അടിച്ചിരുന്നു. അപ്പോൾ അത് ഫുൾ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. ഫുൾ പെയിൻറ്റിങ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലോയ്മ വെറുതെ പെയിൻറ്റ് ചെയ്യല്ല കേട്ടോ. അലോയ് അഴിച്ചെടുത്തതിന് ശേഷം എപ്പോക്സി അടിച്ചതിന് ശേഷം പെയിൻറ്റ് ചെയ്യുക. അതിനുശേഷം ക്ലിയർ അടിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ അലോയ് പെയിൻറ്റിങ് ചെയ്തു. അത് ഏകദേശം ഒരു 1200 രൂപ വരും ഒരു അലോയ് പെയിൻറ്റ് ചെയ്യാൻ. അങ്ങനെ 4800 രൂപ അലോയ് പെയിൻറ്റിങ്ങിനായിട്ട് വന്നിട്ടുണ്ട് ആ വണ്ടിക്ക്. അപ്പോൾ അലോയ് പെയിൻറ്റിങ് ചെയ്തു. അതേപോലെ തന്നെ കാലിബറി എല്ലാം കൊടുത്തപ്പോൾ തന്നെ വണ്ടി ഭയങ്കര ലുക്കായി. അപ്പോൾ അങ്ങനെ ഫുൾ വർക്കും കാര്യങ്ങളൊക്കെ വണ്ടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വണ്ടിയുടെ വീഡിയോ ആദ്യം കാണാം. അതിനുശേഷം നമ്മൾ സിൽക്കി ഗോൾഡിൻ്റെ കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മളുടെ വൈറ്റ് കളർ വണ്ടിയുടെ വീഡിയോസൊക്കെ കണ്ടിരിക്കും. വണ്ടിയുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. അതേപോലെ വന്നിരിക്കുന്ന മറ്റൊരു വണ്ടിയായിരുന്നു സിൽക്കി ഗോൾഡ്. 2008 രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു. കസ്റ്റമർ തന്നെ യൂസ് ചെയ്യണം, അതായത് നല്ല രീതിയിൽ നീറ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ബാക്കിൽ ഡിക്കിയും റെസ്റ്റിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡിക്കി ബാക്കിൽ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം ഗ്ലാസിൻ്റെ ടോപ്പ് വശത്തും താഴ്വശത്തൊക്കെ ആയിട്ട് നല്ല രീതിയിൽ റെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡിക്കി നമ്മൾ ചേഞ്ച് ചെയ്തു. അതേപോലെ വണ്ടി ഫുൾ പെയിൻറ്റിങ് ചെയ്തു. സീറ്റ് വർക്ക് ചെയ്തു. സീറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ നാപ്പ എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഇട്ടിട്ട് ഫുൾ സീറ്റ് വർക്ക്, ഡോർ പാഡ്, ഗീർലൂർ, സ്റ്റീരിംഗ് വീലെല്ലാം മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ഓഫ് വൈറ്റ് എന്നുള്ള രീതിയിലുള്ള സീറ്റ് കവറും കാര്യങ്ങളൊക്കെ സ്റ്റിച്ചിങ് ചെയ്തിട്ട് ചെയ്യേണ്ടായിരുന്നു. അങ്ങനെ സിൽക്കി ഗോൾഡ് വണ്ടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. I don't wanna say anything, 'cause if I do I might say the wrong words. Oh no. So I'll keep my mouth shut and not listen. Afraid I lose you if I didn't. Till we find what we're missing and compromise. So I'll keep my shoes on and not leaving. We're on thin ice, winter season. Can't we find a single reason not to say goodbye? അപ്പോൾ നിങ്ങൾ സിൽക്കി ഗോൾഡിൻ്റെ വീഡിയോസും അതേപോലെ വൈറ്റ് കളറിൻ്റെ വീഡിയോസും വൈറ്റ് വണ്ടിയുടെ വീഡിയോസും ഒക്കെ കണ്ടിരിക്കും. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. നമ്മൾ മുന്നേ എടുത്തു വെച്ച ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ലേറ്റായി പോയതാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് ഇട്ടു എന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മളുടെ ഷെയർ ചെയ്യുക. നമ്മളിപ്പോൾ 1 lakh സബ്സ്ക്രൈബർ ആവാൻ നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, 1 lakhiലേക്ക് എത്തിക്കുക. പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും